നിഷാദ്, ഒരു കാര്യം മാത്രം, അതായത് നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ചാലിയാർ പുഴയിലാണ് ഇനി തെരച്ചിൽ കൂടുതലായി ഫോക്കസ് ചെയ്യേണ്ടി വരിക. മാത്രമല്ല, അവിടെ നിന്ന് ഇപ്പോൾ മുണ്ടേരിയിൽ നിന്ന് മുകളിലേക്ക് ഈ സൂചിപ്പാറ, അതുപോലെ പിന്നെ വെള്ളച്ചാട്ടങ്ങൾ ധാരാളമുള്ളതും ഒരുപാട് വനം നിറഞ്ഞതുമായ പ്രദേശങ്ങളിലാണ് കൂടുതൽ ജഡങ്ങൾ ഒരുപക്ഷെ മൃതദേഹങ്ങൾ ഒരുപക്ഷെ കുടുങ്ങിക്കിടക്കുന്നുണ്ടാവുക എന്നൊരു സംശയം നിലനിൽക്കുന്നു. എങ്കിൽ അവിടെ പരിശോധന നടത്താൻ നമ്മുടെ സാധാരണ ഫയർ ആൻഡ് റെസ്ക്യൂവിനോ അല്ലെങ്കിൽ പോലീസിനോ ഒന്നും കഴിയില്ല. അവിടെ അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എങ്കിൽ സൈന്യം തന്നെയായിരിക്കുമോ, സൈന്യത്തിൻ്റെ അത്യാധുനിക സംവിധാനങ്ങൾ വേണ്ടി വരുമോ? എങ്ങനെയാണ് അതിനെക്കുറിച്ചുള്ളൊരു ആസൂത്രണം ആലോചിക്കുന്നത്? സത്യത്തിൽ പ്രമോദ്, നമ്മൾ അത്തരം ഈ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലേക്ക് പരിശോധന പൂർണ്ണമായും ഷിഫ്റ്റ് ചെയ്യുക എന്നൊരു സ്ട്രാറ്റജി ചേഞ്ചിലേക്ക് നമ്മൾ മാറിയിട്ടില്ല. ഇപ്പോഴും ഈ പ്രദേശങ്ങളിൽ തെരച്ചിൽ നടത്താൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ നാളെയും എക്സ്കവേറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഉണ്ടാകും. പുഞ്ചിരിമട്ടത്തായാലും കൊള്ളാം, അതിന് താഴെ മുണ്ടക്കയിലും ഏറ്റവും താഴെ ഈ ചൂരൽമലയിലുമെല്ലാം തെരച്ചിൽ തുടരാൻ തന്നെയുള്ള തീരുമാനമാണുള്ളത്. കാരണം ഇത്രയും ഒരു ഡിവാസ്റ്റേറ്റ് ആയിട്ടുള്ള ഏരിയയിൽ പരിശോധന നടത്താതെ സർക്കാരിന് അവസാനിപ്പിക്കാൻ കഴിയില്ല. അതേസമയം ചാലിയാറിലും ജഡങ്ങൾ പരിശോധിക്കാനുള്ള സംവിധാനം തുടരും. നമ്മൾ പക്ഷേ സർക്കാരിൽ തന്നെയുള്ള അഡ്വൈസസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്ട്രാറ്റജി ചേഞ്ച് ചെയ്യണം. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് അടിഞ്ഞിരിക്കാൻ സാധ്യതയുള്ളത് ഈ ഉൾപ്രദേശങ്ങളിലാണ്. അവിടെ കൂടുതൽ പ്രൊഫഷണൽ സ്കില്ലുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിൻ്റെയും അഡ്മിനിസ്ട്രേഷൻ്റെയും ഒരു ഫോക്കസ് അങ്ങോട്ടേക്ക് വരുന്നതിന് ആവശ്യമുണ്ട്. ഇന്നത്തെ സാഹചര്യം നമ്മൾ കണ്ടു, ചില ആളുകൾ കുടുങ്ങിപ്പോവുകയും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയൊക്കെ രക്ഷപ്പെടുത്തുന്നത് കണ്ടു. അതുകൊണ്ട് തന്നെ അതൊരു സൂചനയായി മാറുകയും അതിലേക്ക് സർക്കാർ ഫോക്കസ് ചെയ്യുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതർവൈസ് നമ്മൾ കാണേണ്ട കാര്യം ഇവിടെ നിന്ന് കൂടുതലായൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യത്തിലേക്ക് പോലീസും ഫയർഫോഴ്സും എല്ലാം എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ഇവിടുത്തെ ചുമതലയുള്ള ആൾക്കാരുടെ പോലീസിനൊക്കെ സംസാരിച്ച് കഴിയുമ്പോഴും അവർ പറയുന്നത് ചെയ്യാൻ കഴിയുന്നതിൻ്റെ 80% കാര്യങ്ങൾ ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഇനി ചെയ്യുന്നതിന് പരിമിതിയുണ്ട് എന്നാണ്. അപ്പോൾ റഡാറുകൾ കൊണ്ടുവന്നാലും റഡാറുകളുടെ ആക്യുറസിയുമായി ബന്ധപ്പെട്ട് പലതരം പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും നമുക്ക് ആളുകളെ കണ്ടെടുക്കാൻ കഴിയുമോ എന്നറിയില്ല. കേവലമായ കെട്ടിടാവശിഷ്ടങ്ങളല്ല, അതിന് മുകളിൽ 1-2 അടിയല്ല മണ്ണ് വന്നിരിക്കുന്നത്, മീറ്റർ കണക്കിന് ഉയരത്തിൽ മണ്ണ് വന്ന് അടിഞ്ഞിരിക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ റഡാറിൻ്റെ ആക്യുറസിക്ക് പ്രശ്നമുണ്ട്. ഒപ്പം ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, 5 ദിവസം പിന്നിട്ട ശേഷം മനുഷ്യ ശരീരങ്ങളെ അങ്ങനെ ഡിറ്റക്ട് ചെയ്യാൻ തരത്തിലുള്ള പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇവിടെ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ പ്രയാസമായിരിക്കും. പക്ഷെ എന്നാലും എവിടെയും കണ്ടെടുക്കാത്തതും എവിടെയും ക്യാമ്പുകൾ വരാത്തതും പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയാത്തതുമായ ആളുകൾക്ക് വേണ്ടിയുള്ള അന്വേഷണവുമായി അവരുടെ ബന്ധുക്കൾ ഈ പ്രദേശങ്ങളിലെല്ലാം ഉണ്ട്. ഇന്നിപ്പോൾ ഞാൻ മുണ്ടക്കയിൽ നിന്ന് കണ്ട ഒരു കാഴ്ച, അവിടുന്ന് എക്സ്കവേറ്ററുകൾ അവരുടെ ജോലി നിർത്തി അവസാനിച്ച് പോകുമ്പോൾ ആളുകൾ വൈകാരികമായി ബഹളം ഉണ്ടാക്കുന്നതാണ്. ഒരു പ്രദേശത്ത് അന്വേഷിക്കാൻ പറഞ്ഞിട്ട് അവിടെ തപ്പുന്നില്ല എന്ന് പറഞ്ഞ് വലിയ പ്രതിഷേധം ഉണ്ടാവുകയും അവസാനം ഒരു എക്സ്കവേറ്റർ തിരികെ കൊണ്ടുവന്ന്, വലിയൊരു ഭീമാകാരനായ എക്സ്കവേറ്റർ തിരികെ കൊണ്ടുവന്ന് ആ മസ്ജിദിൻ്റെ അവശേഷിക്കുന്ന മോസ്കിൻ്റെ ഒരു ഭാഗം ഇടിച്ചു കളഞ്ഞ് വീണ്ടും അവിടെ കുഴിച്ച് മറിച്ച് പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് ആളുകളുടെ ആവശ്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് പരിശോധന തുടരാൻ സർക്കാർ നിർബന്ധമാണ്. സംവിധാനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്, പക്ഷേ റിസൾട്ട് നമ്മൾ വിചാരിക്കുന്ന വിധത്തിൽ ഉണ്ടാവുന്നില്ല എന്നതാണ് ഇപ്പോൾ നേരിടുന്ന ഒരു പ്രശ്നം. അതുകൊണ്ട് ഇത് ഈ തോതിൽ അധിക ദൂരം മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറവാണെന്നാണ് നമ്മളിപ്പോൾ അനുമാനിക്കേണ്ടത്. ഒപ്പം രക്ഷാപ്രവർത്തകരുടെ കാര്യത്തിലും ഇവിടെ വന്നിരിക്കുന്ന ആളുകളുടെ എണ്ണത്തിലും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. കാരണം അവർക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരിമിതമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെയുള്ള കൂറ്റൻ പാറക്കെട്ടുകൾ മാറ്റുക, പരിശോധിക്കുക എന്നൊന്നും അവർക്ക് സാധ്യമല്ല. അവരിപ്പോൾ കാഴ്ചക്കാർ മാത്രമാണ്. എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാൽ അവർ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി നോക്കുന്നത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയെല്ലാം ലിമിറ്റഡ് ആണ്. ഇപ്പോൾ രക്ഷാ ദൗത്യ സംഘത്തിലുള്ള ആളുകൾ അതിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. ആളുകളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട്, ആളുകൾ ഇത് ഇട്ടെറിഞ്ഞ് പോയിട്ടില്ല. എന്നാലും നമ്മൾ കാണുന്ന ഒരു സങ്കീർണത ഇതാണ്. അതുകൊണ്ട് ഒരു കണക്കുണ്ടാക്കി ആ കണക്ക് അവതരിപ്പിച്ച് സർക്കാരിനെ ഒരു ഘട്ടത്തിൽ അവസാനിപ്പിക്കേണ്ടി വരുന്ന കാര്യത്തിൽ തർക്കമില്ല. ശരി നിഷാദ്, അവിടെ നിന്ന് ഗ്രൗണ്ട് സീറോയിൽ നിന്നാണ് നിഷാദ് ഈ വിവരങ്ങൾ പങ്കുവച്ചത്. തീർച്ചയായിട്ടും തിരച്ചിൽ തുടരുക തന്നെ ചെയ്യും. പക്ഷേ അതേസമയം തന്നെ തിരച്ചിലിൻ്റെ ഒരു ഗതി മാറേണ്ട സാഹചര്യവും കൂടി രൂപപ്പെട്ട് വരികയാണ് എന്നുള്ളതാണ്. കാരണം അവിടെ മണ്ണിനടിയിലുള്ള അന്വേഷണത്തിന് ഒരു പരിമിതിയുണ്ട്. ഇത്രയും താഴേക്ക് മണ്ണിലടിയിൽ അടിഞ്ഞുപോയ മൃതദേഹങ്ങൾ ഇനി എങ്ങനെ കണ്ടെത്തും എന്നുള്ള കാര്യത്തിൽ വലിയ സംശയങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ചാലിയാറിൽ അതുപോലെ തന്നെ അതിൻ്റെ തീരപ്രദേശങ്ങളിൽ അതിൻ്റെ ഉത്ഭവ സ്ഥാനങ്ങളിലേക്ക് അത് കുറെ കൂടി കുത്തനെ കിഴക്കാന്തോക്കായി നിൽക്കുന്ന സൂചിപ്പാറയിലെയും അതുപോലെ പ്രദേശങ്ങളിലേക്കും ഉൾവനങ്ങളിലേക്കുമൊക്കെ അന്വേഷണം വ്യാപിപ്പിക്കേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അതിന് സഹായകരമായ വിധത്തിലുള്ള സംവിധാനങ്ങൾ കൂടി വേണ്ടി വരും എന്നുള്ളതാണ്.